we are discussing database management system. The topics under this are Introduction to DBMS, Database, Advantages of DBMS and Application of DBMS. Then the first topic, Introduction to DBMS. DBMS stands for Database Management System. DBMS എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് DBMSനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് DBMS, ഡാറ്റാബേസ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇങ്ങനെ രണ്ടായി നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. സോ ഫസ്റ്റ് വൺ, എ ഡാറ്റാബേസ്. എ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ദെൻ എ മാനേജ്മെൻറ്റ് സിസ്റ്റം. മാനേജ്മെൻറ്റ് സിസ്റ്റം ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ദോസ് ഡേറ്റ. ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ ആണ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ ദ ഡെഫിനിഷൻ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS is a collection of interrelated data and set of programs to store and access those data in an easy and effective manner. DBMS എന്ന് പറയുന്നത് ഒരു കളക്ഷൻ, സെറ്റ് ഓഫ് ഇൻ്റർറിലേറ്റഡ് ഡേറ്റ, അതാണ് ഡാറ്റാബേസ്. ഇൻ്റർറിലേറ്റഡ് ഡാറ്റയും ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും നമ്മെ സഹായിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിൻ്റെയും കളക്ഷനെയാണ് DBMS എന്ന് പറയുന്നത്. DBMS is a collection of interrelated data and set of programs to store and access those data in an easy and effective manner. ഏറ്റവും എളുപ്പത്തിലും എഫക്റ്റീവായിട്ടും ഒരു ഡാറ്റാബേസിലേക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും നമ്മെ സഹായിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിൻ്റെയും കളക്ഷനെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ ദി അഡ്വാൻറ്റേജസ് ഓഫ് DBMS ഓവർ ഫയൽ സിസ്റ്റം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സിസ്റ്റംസ് ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ഡാറ്റയുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചെറിയ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അവിടെ വളരെ കുറച്ച് ആക്ടിവിറ്റീസേ നടക്കുന്നുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു പേപ്പർ ഫയൽ സിസ്റ്റത്തിൽ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. അതേസമയം ഒരു വലിയ ഇൻഡസ്ട്രിയിലേക്കാവുമ്പോൾ അവിടെ ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. സോ ഈ ആക്ടിവിറ്റീസൊക്കെ ഒരു പേപ്പർ ഫയലിൽ സേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഒരുപാട്, അതായത് കസ്റ്റമർ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുണ്ടാവും, അതുപോലെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, ദെൻ എംപ്ലോയി ഡീറ്റെയിൽസ്. ഈ ഒരുപാട് കാര്യങ്ങൾ, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വി ഹാവ് ടു ഹാൻഡിൽ അറ്റ് ദാറ്റ് ടൈം. സോ നമ്മൾ പേപ്പർ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഡിഫിക്കൾട്ടായിരിക്കും. അതായത് അതിൽ നിന്ന് ഒരു ഡാറ്റ കണ്ടുപിടിക്കാനോ ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 10-20 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു 10-20 കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഒരു നഴ്സറി സ്കൂളിൽ ഒരു 10-20 കുട്ടികളെ ഉണ്ടാവാറുള്ളൂ. ആ സമയത്ത് നമുക്ക് ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതേസമയം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒരു പേപ്പർ ഫയൽ സിസ്റ്റത്തിൽ സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ ഡിഫിക്കൾട്ടാണ്. പേപ്പർ ഫയൽ സിസ്റ്റം നമുക്ക് കീപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് DBMS എന്ന കോൺസെപ്റ്റിലേക്ക് മാറിയത്. ഇനി നമുക്ക് DBMSൻ്റെ അഡ്വാൻറ്റേജസ് ഓരോന്നായി നോക്കാം. First one is data redundancy or
നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. നോ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ. എന്താണ് ഈ ഡേറ്റ റിഡൻഡൻസി? അത് നമുക്കൊരു എക്സാമ്പിൾ വഴി കൺസിഡർ ചെയ്യാം. സപ്പോസ് ഇൻ എ ബാങ്കിങ് സിസ്റ്റം, ഒരു ബാങ്കിൽ ഒരു കസ്റ്റമർക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് സേവിങ്സ് അക്കൗണ്ട്, ഒന്ന് കറണ്ട് അക്കൗണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റമറുടെ അഡ്രസ്, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അവിടെ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അക്കൗണ്ട് നമ്പേഴ്സ്, കറണ്ട് അക്കൗണ്ട് നമ്പറും സേവിങ്സ് അക്കൗണ്ട് നമ്പറും, ആ 2 അക്കൗണ്ട് നമ്പറിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഈ 2 ഡേറ്റ, സേവിങ്സ് അക്കൗണ്ടിന് ഒരു റെക്കോർഡ്, അതുപോലെ കറണ്ട് അക്കൗണ്ടിന് വേറൊരു റെക്കോർഡ്, ഇങ്ങനെ ഈ 2 റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരൊറ്റ റെക്കോർഡ് മാത്രം കീപ്പ് ചെയ്താൽ മതി. ഈ 2 അക്കൗണ്ടിനെയും നമുക്ക് ഈ ഒരു അഡ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അതായത് ദർ ഇസ് നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഡേറ്റ ക്യാൻ ബി യൂസ് ഫോർ 2 പർപ്പസസ്. ഇനി അടുത്തതായി ഡേറ്റ കൺസിസ്റ്റൻസി. ഡേറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡേറ്റ റിഡൻഡൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ആ ഒരു വ്യക്തി ഞാൻ പേപ്പർ ഫയൽ സിസ്റ്റവുമായി കമ്പയർ ചെയ്തിട്ട് പറയാണ്. ഇപ്പം നമ്മൾ പേപ്പർ ഫയൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഫയൽസും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ DBMSൽ നമ്മൾ ഒരൊറ്റ ഫയൽ കീപ്പ് ചെയ്താൽ മതി. ഇത് പേപ്പർ ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. അത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഈ ഒരു വ്യക്തി അയാളുടെ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്ന കേസിൽ അയാളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. സപ്പോസ് അയാൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തത് കറണ്ട് അക്കൗണ്ടിൽ മാത്രമാണെങ്കിൽ അയാളുടെ സേവിങ്സ് അക്കൗണ്ടിൽ പഴയ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് അവിടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല, ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. അതായത് ഒരു അക്കൗണ്ടിൽ പഴയ അഡ്രസ്സും പുതിയ അതായത് സേവിങ്സ് അക്കൗണ്ട്, സപ്പോസ് സേവിങ്സ് അക്കൗണ്ടിൽ പഴയ അഡ്രസ്സ് ആയിരിക്കും, കറണ്ട് അക്കൗണ്ടിൽ പുതിയ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇൻകൺസിസ്റ്റൻസി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഡാറ്റാബേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരൊറ്റ റെക്കോർഡ് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവര് ഒരു റിക്വസ്റ്റ് തരികയാണ്, ആ കസ്റ്റമർ ഒരു റിക്വസ്റ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് തരികയാണെങ്കിൽ നമ്മൾ ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കും. സോ ഒരു സിംഗിൾ ലൊക്കേഷനിലായിരിക്കും ആ ചേഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ ഒരു റിഡൻഡൻസിൻ്റെ ചാൻസ് ഇല്ല. DBMS യൂസ് ചെയ്യുമ്പോൾ ഒരു റിഡൻഡൻസിൻ്റെ ചാൻസ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡാറ്റ കൺസിസ്റ്റൻറ്റും ആയിരിക്കും. നമുക്ക് 2 ഭാഗങ്ങളിൽ ആ ഡാറ്റ പോയി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരൊറ്റ ഭാഗത്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ബിക്കോസ് നമ്മളൊരു സിംഗിൾ ലൊക്കേഷനിൽ മാത്രമാണ് ആ ഡാറ്റ സേവ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂർ ആയിരിക്കും. DBMSൽ ഡാറ്റ സെക്യൂർ ആയിരിക്കും. അതായത് നമ്മൾ എല്ലാവർക്കും ആ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. സോ നമ്മൾ ഓണർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം പെർമിഷൻ നമ്മൾ ഡാറ്റാബേസിന് പെർമിഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുള്ളൂ. either we can access the data or change the elements. എഡിറ്റ് ആക്സസോ അല്ലെങ്കിൽ ആക്സസ് പെർമിഷനൊക്കെ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ സെക്യൂരിറ്റി കൂട്ടാൻ പറ്റും. ഇനി പ്രൈവസി സെക്യൂരിറ്റിയും ബന്ധപ്പെട്ടതാണ്. അതായത് ഡാറ്റ സെക്യൂർ ആയിരിക്കുമ്പോൾ തന്നെ പ്രൈവസി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഈസി ആക്സസ് ടു ഡാറ്റ, നമുക്ക് പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ ഈസി റിക്കവറി, ഒരിക്കൽ ഡാറ്റ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും പറ്റും. ഇതൊക്കെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നമ്മുടെ ട്രഡീഷണൽ പേപ്പർ ഫയൽ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് DBMS. ആപ്ലിക്കേഷൻ ഓഫ് DBMS എന്ന് പറയുന്നത് അവിടെ നമുക്ക്
DBMS ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് ബാങ്കിങ് സിസ്റ്റം, ദെൻ സെയിൽസ്, ദെൻ എയർലൈൻസ്, ദെൻ ഓൺലൈൻ ഷോപ്പിംഗ്, എഡ്യൂക്കേഷൻ സെക്ടർ, റെയിൽവേ. ഇതിലൊക്കെ നമുക്ക് DBMS യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ദെൻ സെയിൽസിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, സെയില്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് സെയിൽസ് ഫോമിൽ നമുക്ക് DBMS യൂസ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. ദെൻ എയർലൈൻസിൽ എയർലൈനിൻ്റെ ഡീറ്റെയിൽസ്, ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ, ദെൻ ഷെഡ്യൂൾസ്, എയർലൈൻ ഷെഡ്യൂൾസ്, ഇതൊക്കെ നമുക്ക് DBMS വഴി സേവ് ചെയ്യാൻ പറ്റും. ദെൻ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഇതിൽ എല്ലാത്തിലും നമ്മൾ DBMS അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ അവിടെ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, ലൈബ്രറി, ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. DBMS ഈ ഡേറ്റാസ് ഒക്കെ നമുക്ക് DBMSൽ സേവ് ചെയ്യാം. ദെൻ കമ്മിങ് ടു റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ, ദെൻ ട്രെയിൻ ഷെഡ്യൂൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് DBMSൽ ഹെൽപ്പോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് DBMSന് ഒരു വാസ്റ്റ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, കുറേയും കൂടെ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് ഒരു ഡാറ്റാബേസിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കാം. A database is a collection of information or data which are organized in such a way that it can be easily accessed, managed and retrieved. ഒരു ഡാറ്റാബേസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലേ? അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട്, ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് ഈസിയായി ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അതായത് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഈസിലി ആൻഡ് മാനേജ്ഡ് ആൻഡ് റിട്രീവ്ഡ്. A database contains a set of tables. ഒരു ഡാറ്റാബേസിൽ കുറേ ടേബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇതൊരു ഡാറ്റാബേസ് ആയി കൺസിഡർ ചെയ്യാം. അതായത് ഒരു ഇൻവെന്ററി ഡാറ്റാബേസ്, ഒരു ഇൻവെന്ററിയുടെ ഡാറ്റാബേസ് ആയി കൺസിഡർ ചെയ്യാം. അതിൽ നമുക്ക് കസ്റ്റമർ ID, ദെൻ പ്രോഡക്റ്റ്, ദെൻ ഇൻവോയ്സ് ലൈൻ, ദെൻ ഇൻവോയ്സ്, ഇതൊക്കെ ടേബിൾസ് ആണ് ഇതിൽ കാണുന്നത്. ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ടേബിളാണ്, ഇൻവോയ്സ് ലൈൻ എന്ന് പറയുന്ന ഒരു ടേബിളാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിളാണ്, കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഇത് ഒരു ഇൻവെന്ററി എന്ന ഡാറ്റാബേസിലെ ടേബിൾസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ നമുക്കിവിടെ ഈ ഒരു ടേബിൾസ് 4 ടേബിളും പരസ്പരം റിലേറ്റഡ് ആണ്. ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഈ ടേബിള് കസ്റ്റമർ എന്ന് പറയുന്ന ടേബിൾ can access information from invoice table. അതുപോലെ തന്നെ ഇൻവോയ്സ് ടേബിളിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ടേബിൾ ഇൻവോയ്സ് ടേബിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതാണ് ഈ ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ടേബിൾ എന്താണെന്ന് നോക്കാം. A database table consists of rows and columns which contain data. ഒരു ഡാറ്റാബേസ് ടേബിൾ എന്ന് പറയുന്നത് റോസ് ആൻഡ് കോളംസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഇതൊരു ടേബിളാണ്. ടേബിളിൽ കുറേ റോസും കുറേ കോളംസും ഉണ്ട്. ഒരു 5 റോസ് ഉണ്ട്, അതുപോലെ 3 കോളംസ്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എ ടേബിൾ ദാറ്റ് സ്റ്റോർസ് പ്രൊഫൈൽ ഓഫ് ഇൻഡിവിജ്വൽസ്, ദാറ്റ് ഇസ് ID, നെയിം, അഡ്രസ് ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ടേബിൾ. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ID, നെയിം, ക്ലാസ്, ഒരു വ്യക്തിയുടെ ID, ദെൻ ആ വ്യക്തിയുടെ പേര്, ദെൻ ക്ലാസ്, ഏത് ക്ലാസ്സിലാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ റെക്കോർഡ്സ്.
റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ റെക്കോർഡ്സ്. ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള റെക്കോർഡിലാണ്. A record is composed of fields and contains all the data about one particular person, company or item in a database. ഒരു റെക്കോർഡ് സെറ്റ് ഓഫ് ഫീൽഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കുക. ഈ ഫീൽഡിലെല്ലാം നമുക്ക് ഡാറ്റാസ് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഒരു മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റെക്കോർഡാണ്, ഒരു പർട്ടിക്കുലർ റെക്കോർഡ്. അത് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ഡീറ്റെയിൽസ് ഉള്ള റെക്കോർഡാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെ പറ്റിയിട്ടുള്ള ഡാറ്റാസ് കംപ്ലീറ്റ് ആ ഒരു റോയിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ റോ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫീൽഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ റോ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ സപ്പോസ് ഒരു ഐറ്റത്തിന്റെ ടേബിൾ ആണെങ്കിൽ ആ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ റോയിൽ നിന്ന് കിട്ടും. അങ്ങനെ എത്ര റോസ് ഉണ്ടോ അത്രയും ഐറ്റംസും അതിൽ ഉണ്ടായിരിക്കും. ഈ റോസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ടപ്പിൾസ് എന്നും ഈ റെക്കോർഡ്സ് ഓർ റോസ് അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു റോയിലെ ഫീൽഡ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ കസ്റ്റമറെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ കസ്റ്റമറുടെ ID, കസ്റ്റമർ നെയിം, ആ രീതിയിലായിരിക്കും റെക്കോർഡ്സ്. എല്ലാ ഫീൽഡ്സും റിലേറ്റഡ് ആയിരിക്കും. ഒരു റെക്കോർഡിലെ എല്ലാ ഫീൽഡ്സും റിലേറ്റഡ് ആയിരിക്കും. ദെൻ കമ്മിങ് ടു ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് ആയിട്ട് കാണാൻ കഴിയുന്നത് ലോഗ് ഐ ഡി ഒരു ആട്രിബ്യൂട്ടാണ്. അതുപോലെ ഓപ്പറേറ്റർ ഒരു ആട്രിബ്യൂട്ടാണ്. റിസോൾവ്, ദെൻ ഡ്യൂറേഷൻ, ഇതൊക്കെ ഓരോ ആട്രിബ്യൂട്ട്സ് ആണ്. കോളംസിനെയാണ് നാം ആട്രിബ്യൂട്ട്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരിക്കും? ഒരു സ്റ്റുഡന്റിന് സ്റ്റുഡന്റ് ID ഉണ്ടാവും. ഓക്കെ, ദെൻ നെയിം, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ്. ഓക്കെ, ഇതൊക്കെ സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെ ആട്രിബ്യൂട്ട്സ് ആണ്.